ഹലോ മക്കളെ, ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിച്ച് മീൻസ് ഈ ക്വസ്റ്റ്യൻസ് ഇല്ലാണ്ട് നിങ്ങൾ എന്ത് ചെയ്യില്ല, ഈ ക്രിസ്മസ് എക്സാം കടന്നു പോവില്ല എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെട്ടല്ലോ. അതിൽ ഏറ്റവും ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്കൻഡ് ചാപ്റ്ററിലെ പാർട്ട്ണർഷിപ്പിന്റെ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താണ് പാർട്ട്ണർഷിപ്പ് എന്നുള്ളതും അതേപോലെ തന്നെ പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള മെറിറ്റ്സ് എന്താണെന്നും ഡിമെറിറ്റ്സ് എന്താണെന്നുള്ള ഒരു ചോദ്യം തന്നെയാണ്. കൂടുതൽ പരീക്ഷകളിൽ 8 മാർക്കിന് വരെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ് നമ്മുടെ പാർട്ട്ണർഷിപ്പിന്റെ ഭാഗത്ത് നിന്ന്. എന്താണ് പാർട്ട്ണർഷിപ്പ്? നമ്മൾ 2 സുഹൃത്തുക്കളോ അല്ലെങ്കിൽ 2 ആൾക്കാർ ഒരുമിച്ച് നിന്ന് ഒരു ബിസിനസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാർട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത്. അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ലാഭമുണ്ടെങ്കിൽ ലാഭം ഷെയർ ചെയ്യുന്നുണ്ട്, നഷ്ടമുണ്ടെങ്കിൽ നഷ്ടം ഷെയർ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പാർട്ണർഷിപ്പ് ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ മെറിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് അവിടെ എന്താണ്? ഈസി ഫോർമേഷൻ ആൻഡ് ക്ലോഷർ ആണ്. രൂപീകരണവും അടച്ചുപൂട്ടലും എളുപ്പമാണ് അല്ലേ? ബിസിനസിന്റെ രജിസ്ട്രേഷനോ കാര്യമോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ബാലൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ബാലൻസ്ഡ് ഡിസിഷൻസ് എടുക്കുന്നു. മോർ ഫണ്ട്സ്, ഒരുപാട് 2-3 പേര് കൂടുതൽ പണം നമുക്ക് ക്യാപിറ്റലായിട്ട് റേസ് ചെയ്യാൻ പറ്റുന്നു. റിസ്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നു. ആൻഡ് സീക്രസി ക്യാൻ ബി മെയിൻറ്റെയിൻ അല്ലേ? സീക്രസി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഷെയർ ഹോൾഡേഴ്സിന് എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്നേഴ്സിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. വെൻ ഇറ്റ് ഗോസ് വിത്ത് ലിമിറ്റേഷൻസ് അല്ലേ? എന്നിട്ട് നെഗറ്റീവ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നെന്താണ്? അൺലിമിറ്റഡ് ലയബിലിറ്റീസ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ നഷ്ടം എന്ന് പറയുന്നത് എന്താണ്? അൺലിമിറ്റഡ് ആണ്. അല്ലെങ്കിൽ നഷ്ട എന്ന് പറയുന്നത് നമ്മുടെ ലയബിലിറ്റി, ബാധ്യത എന്താണ്? അൺലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് റിസോഴ്സസേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഒരു വലിയ കമ്പനിയെ കമ്പയർ ചെയ്ത് വളരെ കുറച്ച് റിസോഴ്സ് നമുക്ക് കിട്ടുന്നുള്ളൂ. കോൺഫ്ലിക്റ്റ്, പാർട്ട്നേഴ്സ് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി, ഒരു പാർട്ട്ണർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ബിസിനസ്സിനെ കണ്ടിന്യൂറ്റി അത് ബാധിക്കുന്നുണ്ട്. ആൻഡ് ലാക്ക് ഓഫ് പബ്ലിക് കോൺഫിഡൻസ്, നമ്മുടെ ബിസിനസ്സിന് ചിലപ്പം ഒരു കോൺഫിഡൻസ് അല്ലെ, പബ്ലിക്കിന് ഒരു കോൺഫിഡൻസ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇത്രയാണ് നമുക്ക് ഒരു 8 മാർക്കിന്റെ ചോദ്യം വന്നാൽ മെറിറ്റ്, ഡിമെറിറ്റ് ആൻഡ് ഡെഫിനിഷൻ ആയിട്ട് എഴുതാനുള്ളത്. അടുത്തൊരു ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, ബട്ട് ഒരുപാട് പ്രാവശ്യം നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. വേരിയസ് ഫങ്ഷൻസ് പെർഫോംഡ് ബൈ ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. നമ്മുടെ നാട്ടിലുള്ള ഓരോ ബാങ്കുകളും ചെയ്തിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള ചോദ്യമാണ്. ഇവിടെ ഞാൻ ബോർഡിൽ 2-3 പോയിന്റ്സ് ഒക്കെ കൊടുത്തിട്ടാണല്ലോ, അത് നോക്കുക തന്നെ വേണ്ട. നിങ്ങൾക്കറിയാം ബാങ്കിനെ കുറിച്ച് എന്തൊക്കെ സർവീസുകൾ കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ പറയുന്നു ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് അല്ലേ? ബാങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ബാങ്ക് പണം സ്വീകരിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് പറയുന്നത് ലെൻഡിങ് ഓഫ് ഫണ്ട്സ്, പണം എന്ത് ചെയ്യുന്നുണ്ട്? അവർ ലോണായിട്ട് കൊടുക്കുന്നുണ്ട് ജനങ്ങൾക്ക് അല്ലേ? നമുക്ക് ആവശ്യപ്രകാരം ബാങ്ക് പോയി ലോൺ എടുക്കാൻ പറ്റുന്നുണ്ട്. ചെക്ക് ഫെസിലിറ്റി എന്ന് പറയുന്നുണ്ട്, പണം മറ്റൊരാൾക്ക് കൊടുക്കണമെങ്കിൽ ചെക്കിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. റെമിറ്റൻസ് ഓഫ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? നമ്മളൊക്കെ ഇപ്പോൾ UPI വെച്ചിട്ടും മറ്റും വെച്ചിട്ട് ഫണ്ട് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് അലൈഡ് സർവീസസ് അല്ലേ? ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സർവീസുകൾ വേറെയും ഉണ്ട്. ലോക്കർ ഫെസിലിറ്റി ഉണ്ട്, ഗോൾഡ് ലോൺ ഫെസിലിറ്റി ഉണ്ട്, ഷെയർ പറഞ്ഞതുപോലെ തന്നെ വാങ്ങലും വിൽക്കലും നടക്കുന്നുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ്, ഇതൊക്കെ നമുക്ക് ബാങ്കിന്റെ ഫംഗ്ഷൻസ് ആയിട്ട് വരുന്നുണ്ട്. വേറെയും ഒരുപാട് ഫംഗ്ഷൻസ് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യാം? ഫംഗ്ഷൻസ് ആയിട്ട് എഴുതാം എന്നുള്ളതാണ്. ഈ സ്ക്രീനിൽ കാണുന്ന 2-3 പോയിന്റ്സിൽ മാത്രമല്ല ബാങ്കിന്റെ ഫംഗ്ഷൻ എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ പോയിന്റ്സ് വെച്ച് എഴുതാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ഗോയിങ് വിത്ത് MOA കണ്ടന്റ്സ് എന്തൊക്കെയാണ്? വെരി ഇമ്പോർട്ടൻറ്റ്. ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്നുള്ള ചാപ്റ്ററിൽ MOA എന്ന് പറയുന്ന ഡോക്യുമെന്റ് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കണ്ടന്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോസസ് ഏതൊക്കെയാണ് എന്നുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. അതിലൊന്നാമതാണ് നെയിം ക്ലോസ് എന്ന് പറയുന്നത്. കമ്പനിയുടെ പേര് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. ആ പേര് മറ്റ് കമ്പനികളിൽ സാമ്യമില്ലാതിരിക്കുക, നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സുമായി ബന്ധമില്ലാതിരിക്കുക, നമ്മുടെ രാജ്യത്തിനുമായി ബന്ധമില്ല, അങ്ങനത്തെ ഒരു പേരായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഈസ് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് എന്ന് പറയുന്നു. നമ്മുടെ കമ്പനിയുടെ അഡ്രസ്സ് കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? MOAയിൽ മെൻഷൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പറയുന്നത് ഒബ്ജക്റ്റ് ക്ലോസ്, ബിസിനസിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളതിലേക്ക് പോകുന്നു. നാലാമതായിട്ട് ലയബിലിറ്റി ക്ലോസ്, ഓരോ ഓണേഴ്സിനും അല്ലെങ്കിൽ കമ്പനിയുടെ ആൾക്കാർക്കും എത്രത്തോളം ലയബിലിറ്റി ബാധ്യത ഉണ്ട് എന്ന് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നു. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ക്യാപിറ്റൽ ക്ലോസ് എന്ന് പറയുന്നു. കമ്പനിക്ക് എത്രത്തോളം ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും എന്ന് നോക്കുന്നതാണ് ക്യാപിറ്റൽ ക്ലോസ് പറയുന്നത്. ഇത്രയും ഒരു 5 ക്ലോസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് വി ആർ ഗോയിങ് with the 4 merits and demerits of sole proprietorship. നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 കാര്യങ്ങൾ, പാർട്ട്ണർഷിപ്പും സോൾ പ്രൊപ്രൈറ്റർഷിപ്പും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തിനെ കുറിച്ചും പഠിക്കണം? നമ്മുടെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഇത് 3 വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. കമ്മിങ് ടു ദ സോൾ പ്രൊപ്രൈറ്റർ, ഒരു 1 man ബിസിനസ് ആണ് അല്ലേ? ബിസിനസ്സിൽ എന്ത് ചെയ്യുന്നു? ഒറ്റയാൾ ബിസിനസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോൾ പ്രൊപ്രൈറ്റർ എന്ന് പറയുന്നത്. അവിടെ എന്തില്ല? വേറൊരാളും എന്ത് ചെയ്യുന്നില്ല? ഇല്ല. അദ്ദേഹം സ്വന്തമായിട്ട് മാനേജ് ചെയ്യുന്നു, അതിൻ്റെ റിസ്ക്കും അദ്ദേഹം എടുക്കുന്നു, അതിൻ്റെ ലാഭവും അദ്ദേഹം തന്നെ എടുക്കുന്നു. ഇതാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. ഒരാൾ മാത്രം ഉടമസ്ഥ വഹിക്കുകയും ഭരണം വഹിക്കുകയും നടത്തുകയും ലാഭം എടുക്കുകയും മാനേജ് ചെയ്യുന്ന ബിസിനസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോൾ പ്രൊപ്രൈറ്റർ എന്ന് വിളിക്കുന്നത്. എഗെയിൻ അവിടെ ഇതിൻ്റെ കുറച്ച് മെറിറ്റ്സ് ഉണ്ട്. ഡിസിഷൻ മേക്കിംഗ് ക്വിക്ക് ആയിരിക്കും. ആരോടെങ്കിലും അഭിപ്രായം ചോദിക്കേണ്ട ഒരു കാര്യമില്ല, അദ്ദേഹം സ്വന്തത്തിൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റുന്നു. കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഇൻഫോർമേഷൻ, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും അദ്ദേഹത്തിന് മാത്രമേ അറിയുന്നുള്ളൂ എന്നുള്ളതാണ്. മൂന്നാമത് ഡയറക്റ്റ് ഇൻസെൻറ്റീവ് ആണ്. ആ റിസ്കിനുള്ള ഫുൾ ബെനിഫിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന് മാത്രമായിട്ട് കിട്ടുന്നുണ്ട്, വേറൊരാൾക്കും കൊടുക്കേണ്ട. സെൻസ് ഓഫ് അക്കോംപ്ലിഷ്മെൻറ്റ്, ബിസിനസ് സക്സസ് ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തുണ്ടാവും? ഒരു സെൽഫ്
സെൽഫ് വർക്ക് അക്കോമഡേഷൻ, ഞാൻ നേടിയതാണ് ഇത് എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവുന്നു. ആൻഡ് ഈസ് ഓഫ് ഫോർമേഷൻ ആൻഡ് ക്ലോഷർ, ഈസി ആയിട്ട് കമ്പനി ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് രജിസ്ട്രേഷനും കാര്യവും ആവശ്യമില്ല. ഡീമെറിറ്റ്സിലേക്ക് പോകുന്ന സമയത്ത് ലിമിറ്റഡ് റിസോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അദ്ദേഹം ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ റിസോഴ്സസ് കുറവായിരിക്കും. രണ്ടാമത് ലിമിറ്റഡ് ലൈഫേ ഉണ്ടാവുള്ളൂ. വിച്ച് മീൻസ് കമ്പനിക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കമ്പനി അവിടെ അടച്ചുപൂട്ടേണ്ടി വരും. ആൻഡ് തേർഡ് വൺ ഇസ് ലാബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. മാനേജർ സ്കില്ല് കുറവായിരിക്കും എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട്, വിച്ച് മീൻസ് കഴിഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ നമ്മൾ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. ലൈവിൽ പറഞ്ഞിട്ടുള്ള കുറേ ക്വസ്റ്റ്യനുകൾ ഈ പറയുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. അതേപോലെ തന്നെ എമേർജിംഗ് മോഡ് ഓഫ് ബിസിനസ് എന്നുള്ള ആ കൊച്ചു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് ട്രഡീഷണൽ ബിസിനസ്സും ഈ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പം സ്റ്റാർട്ടിങ് ഫ്രം ദ ഫോർമേഷൻ. ബിസിനസ് ഫോം ചെയ്യുന്നതിൽ ട്രഡീഷണൽ ബിസിനസ് ഡിഫിക്കൽട്ടാണ്, ഈ ബിസിനസ് സിമ്പിളാണ് എന്ന് പറയാം. ഓക്കെ, ഫിസിക്കൽ പ്രസൻസ് ആവശ്യമുള്ളത് ആർക്കാണ്? ട്രഡീഷണൽ ബിസിനസ്സിനാണ് ഫിസിക്കൽ പ്രസൻസ് ആവശ്യമുള്ളത്, ഈ ബിസിനസ്സിന് അതിൻ്റെ ആവശ്യമില്ല. ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ട്രഡീഷണൽ ബിസിനസ്സിൽ, പക്ഷേ ഇവിടെ ഈ ബിസിനസ്സിൽ ഇമ്പോർട്ടൻ്റ് അല്ല. സെറ്റിംഗ് അപ്പ് കോസ്റ്റ് വളരെ കൂടുതലാണ് എവിടെ? ട്രഡീഷണൽ ബിസിനസ്സിൽ. ഈ ബിസിനസ്സിൽ കുറവാണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഹൈ ആണ് ട്രഡീഷണൽ ബിസിനസ്സിൽ, ഇവിടെ കുറവാണ്. ആൻഡ് സപ്ലൈസുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട്, ഈ ബിസിനസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സപ്ലൈസ് ഡയറക്റ്റ് സാധനം വാങ്ങാൻ പറ്റില്ല. ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് മലയാളം രൂപീകരണം, ഭൗതിക സാന്നിധ്യം, പ്രവർത്തന ചെലവ്, വ്യക്തിബന്ധം, സ്ഥാപിക്കാനുള്ള ചെലവ്, ബിസിനസ് വിപുലീകരണം, സാധ്യതയുടെ പക്ഷത്തിന്, ഇങ്ങനെ 8 എണ്ണമൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്ര ഡിഫറൻസ് ഒന്നും നമുക്ക് ചോദ്യത്തിൽ വരാൻ പോകുന്നില്ല. ഒരു 4 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണം എന്ത് ചെയ്തിരിക്കണം? കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ആൻഡ് ഗോയിങ് വിത്ത് ദ നെക്സ്റ്റ് വൺ ഈസ് ബിസിനസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ചാപ്റ്റർ 1 നമ്മുടെ ബിസിനസ് നിന്ന് ചോദ്യങ്ങൾ വരുന്നത് ബിസിനസിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഒന്ന് എക്കണോമിക് ആക്ടിവിറ്റി ആണ്. ബിസിനസ് ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വി ആർ ഗോയിങ് വിത്ത് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സോൾഡ്. ഒന്നെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്യുന്നു, അത് സെയിൽ ചെയ്യുന്നു. 2 കാര്യങ്ങളാണ് അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. റെഗുലർ ആയിട്ട് ഡീൽ ചെയ്യണം, പ്രോഫിറ്റ് ഏൺ ചെയ്യണം, അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ സെർട്ടനിലെ റിസ്ക് ഉണ്ട് അല്ലേ. ഞാൻ പറയുന്നത് ഈ 4 പോയിന്റ് പഠിച്ചു വെക്കുന്നതായിരിക്കും എളുപ്പം അല്ലേ. റെഗുലർ ആയിട്ട് ഡീൽ ചെയ്യണം, പ്രോഫിറ്റ് ഏൺ ചെയ്യണം, സെർട്ടനിറ്റി ഇല്ല, റിട്ടേണിൽ ഒരു ഉറപ്പുമില്ല, അവസാനത്ത് റിസ്ക് കൂടുതലാണ്, നഷ്ടസാധ്യത ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത് അല്ലേ. അത് എക്കണോമിക് ആക്ടിവിറ്റി ആണെന്ന് എഴുതാം, അതിൽ പ്രൊഡക്ഷനും ഉണ്ട്, സെയിൽസും ഉണ്ട് അല്ലേ. ബിസിനസ് എന്ന് പറയുന്നത് കേവലം പ്രൊഡക്ഷൻ മാത്രമല്ല, അല്ലെങ്കിൽ സെയിൽസ് മാത്രമല്ല, ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, നോ ക്വസ്റ്റ്യൻ പേപ്പർ വിൽ ഗോ വിത്തൗട്ട് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ് ചോദിക്കാണ്ട് ഒരു ചോദ്യ പേപ്പർ എന്ത് ചെയ്യില്ല, ക്രിസ്മസ് എക്സാമിനും നിങ്ങളുടെ ബോർഡ് എക്സാമിനും കടന്നു പോകില്ല എന്ന് ഉറപ്പാണ്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഇസ് മിറ്റിഗേഷൻ ഓഫ് ലോസ് എന്ന് പറയുന്നു. നഷ്ടം ലഘൂകരിക്കാൻ ശ്രമിക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. നമ്മുടെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കാറിനോ നമ്മുടെ ഹെൽത്തിനോ ഒക്കെ ഇൻഷുറൻസ് എടുത്തെന്ന് വെച്ചിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യാൻ നശിപ്പിക്കാൻ നിൽക്കരുത്. നശിപ്പിക്കൽ എന്ത് ചെയ്യണം? കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് മിറ്റിഗേഷൻ ഓഫ് ലോസ്. കോൺട്രിബ്യൂഷൻ ആണ് രണ്ടാമത്. ഇവിടെ എന്താണ് ഞാൻ ചെയ്യുന്നത്? 2 ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഇൻഷുറൻസ് എടുക്കുന്നു. വിച്ച് മീൻസ് എനിക്ക് 2 കമ്പനിയിൽ നിന്നും എന്ത് കിട്ടും? ഈ പറഞ്ഞതുപോലെ തന്നെ ഇടിച്ചാൽ പൈസ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ. പക്ഷെ എനിക്ക് എന്ത് ചെയ്യുന്നില്ല, 2 കമ്പനിയും കൂടി ഒരേ കോൺട്രിബ്യൂഷനിലാണ് നമുക്ക് പണം തരുന്നത്. സബ്രഗേഷൻ എന്ന് പറയുന്നു, നമ്മുടെ ബിസിനസ് നമ്മൾ ഇടിച്ചു കഴിഞ്ഞിട്ട് അവരെന്തെങ്കിലും പേയ്മെൻറ്റ് നമുക്ക് കഴിഞ്ഞാൽ അതിൻ്റെ അധികാരം പിന്നെ ആർക്കുള്ളതാണ്? ഇൻഷുറൻസ് കമ്പനിക്ക് മാത്രമുള്ളതാണ്. പ്രോക്സിമേറ്റ് കോഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത കോഴ്സിന് മാത്രമേ ഇൻഷുറൻസ് കിട്ടുള്ളൂ. ഇൻഡെമിനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമുക്കുള്ള നഷ്ടത്തിനുള്ള പൈസ മാത്രം. ഇപ്പോൾ എൻ്റെ കാർ ഇടിച്ചിട്ട് ഒരു 50,000 ആണ് ബില്ല് വന്നെങ്കിൽ അതാണ് അവർ പേയ്മെൻ്റ് ആയിട്ട് തരാൻ പോകുന്നത്. ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, അതിൽ ഇൻട്രസ്റ്റുള്ള സാധനത്തിൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കണം. ഔട്ട്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, 2 പേരും അല്ലേ, ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുറും തമ്മിൽ എന്തായിരിക്കണം? നല്ല വിശ്വാസം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തായാലും നിങ്ങൾ എന്തായിരിക്കണം? പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് അനദർ വൺ ഈസ് നമ്മുടെ 4th ചാപ്റ്ററിൽ, തേർഡ് ചാപ്റ്ററിൽ പ്രൈവറ്റ് പബ്ലിക് ആൻഡ് ഗ്ലോബൽ എൻ്റർപ്രൈസിൽ അതിൽ പബ്ലിക് കമ്പനിയെ കുറിച്ച് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ MNC-യുമായി റിലേറ്റഡ് അതിൻ്റെ ഫീച്ചേഴ്സ് പൊതുവെ ചോദിച്ചു കാണാറുണ്ട്. MNC എന്ന് പറയുന്നത് 2 അതിൽ കൂടുതൽ രാജ്യങ്ങളിലോ ബിസിനസ് ഉള്ള ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? MNC എന്ന് പറയുന്നത്, മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറയുന്നത്. ഈ മൾട്ടിനാഷണൽ കമ്പനിയുടെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഒന്ന് ഹ്യൂജ് ക്യാപിറ്റൽ ആയിരിക്കും, മൂലധനം വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ഫോറിൻ കൊളാബറേഷൻ ആയിരിക്കും, ഡിഫറെൻറ്റ് കൺട്രി പ്രോഡക്റ്റുമായിട്ട് അവർക്ക് കൊളാബറേഷൻ ഉണ്ടാവും. അഡ്വാൻസ് ടെക്നോളജി ആയിരിക്കും, അവരെപ്പോഴും എന്തായിരിക്കും? അത്യാധുനിക ടെക്നോളജി അവർ യൂസ് ചെയ്യുന്നുണ്ടാവും. എക്സ്പാൻഷൻ, മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് നോട്ട് ഈവൻ എ തിങ് അല്ലേ. അവർക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രൊഡക്റ്റിൽ ഒരുപാട് ഇന്നോവേഷൻസ്, തിങ്ക് അബൌട്ട് ആപ്പിൾ, സാംസങ്. ഓക്കെ, അവർ ഓരോ വട്ടവും ഇന്ത്യ നോക്കുകയാണ്, പുതിയ ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെൻട്രലൈസ്ഡ് കൺട്രോൾ ആയിരിക്കും, അവരുടെ കൺട്രോൾ എവിടെയായിരിക്കും?
ഒരു സെൻട്രൽ ഓട്ടോണമിയിലായിരിക്കും. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഷെയർ ആൻഡ് ഡിബഞ്ചർ തമ്മിലെ ഡിഫറൻസ് ആണ് ഫിനാൻഷ്യൽ സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്ന നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റ്യൻ ആണ് ഷെയറും അതേപോലെ ഡിബഞ്ചറും നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഷെയർ എന്ന് പറയുന്നത് കമ്പനിയുടെ ഓണർഷിപ്പ് കിട്ടുന്നതാണ്, ഇതൊരു കടം മാത്രമാണ്. ഡിബഞ്ചർ എന്ന് പറയുന്നത് റിട്ടേൺസ് ഡിവിഡൻഡ് ആയിട്ടാണ് കിട്ടുന്നത്, ഇവിടെ ഇൻട്രസ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത് ഡിബഞ്ചറിൽ. ആൻഡ് ടിപ്പിക്കലി ഹാവ് വോട്ടിംഗ് റൈറ്റ്സ് അല്ലേ, വോട്ടിംഗ് റൈറ്റ്സ് ആർക്കുണ്ട്? ഷെയർ ഹോൾഡേഴ്സിനുണ്ട്, ഇവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല. പ്രയോറിറ്റി ഇൻ പേയ്മെന്റ്സ് ഫസ്റ്റ് തന്നെ നമുക്ക് ആർക്ക് കിട്ടും? ഡിബഞ്ചർ ഹോൾഡേഴ്സിനാണ് കിട്ടുക, ശേഷം മാത്രമേ ആർക്ക് കിട്ടുള്ളൂ? ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുള്ളൂ. ഇനി റിസ്ക്, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം റിസ്ക് കൂടുതൽ എവിടെയാണ്? ഡെപ്റ്റിലാണ്. ഇവിടെ ഷെയറിൽ എന്തായിരിക്കും? റിസ്ക് കുറവായിരിക്കും. ഓക്കെ, കമ്മിങ് ടു ദ പോയിന്റ്. ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് വെരി ഇമ്പോർട്ടൻറ്റ്, യു ഷുഡ് ഫോളോ. അതിന്റെ ആൻസർ അടക്കം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾ നമ്മൾ 100% യു ആർ എക്സ്പെക്ടിങ് ഫോർ ദ എക്സാമിനേഷൻ. 5 മാർക്കായിട്ടും 4 മാർക്കായിട്ടും 8 മാർക്കായിട്ടും ഒക്കെ വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്? ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് വി ആർ ഗോയിങ് ടു ഈ പറഞ്ഞതുപോലെ തന്നെ ഇനിയും നമ്മളൊപ്പം ഈ എഡ്യൂപോർട്ട് ജേർണിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 1,999 rupeesന് വി ഹാവ് ദ ബാച്ച് സ്റ്റാർട്ടിങ്. ഓക്കെ, ഈ പറഞ്ഞതുപോലെ തന്നെ മാർച്ച് എക്സാമിനേക്ക് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തിരും എത്തിച്ചു തരും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പൈസ ഇല്ലെങ്കിൽ ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. താഴെ കാണുന്ന ലിങ്കിൽ എന്ത് ചെയ്യുക? ആ ഫോം ഒന്ന് ഫില്ല് ചെയ്തിട്ടാൽ മാത്രം മതി ഫോർ യുവർ ഗുഡ് ഫ്യൂച്ചർ. ഓക്കെ, എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? ഈ പറഞ്ഞതുപോലെ തന്നെ ആ 1000-ൽ കയറിപ്പെടാൻ നോക്കുക. എന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത മാസമൊക്കെ പേയ്മെന്റ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? കണ്ടിന്യൂ ചെയ്താൽ മതി. പക്ഷെ നമ്മുടെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് എന്താണ് ഇവർ 1,999 rupeesന് തരാൻ പോകുന്നത്? ഞാൻ പറയുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു? ഫുൾ ചാപ്റ്റർ ആക്സസ് തരുന്നു, സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് വീക്ക് ഫെബ്രുവരി ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് കംപ്ലീറ്റ് സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫെബ്രുവരി ആൻഡ് മാർച്ച് സീസണിൽ നമ്മൾ എന്താക്കുന്നു? കൃത്യമായിട്ടുള്ള റിവിഷൻസിലേക്ക് പോകുന്നു. ആൻഡ് 3 സെറ്റ് ഓഫ് എക്സാംസ് നടത്തുന്നു. ഓക്കെ, 3 സെറ്റ് ഓഫ് എക്സാംസ്, ഡിഫറെന്റ് ലെവൽ എക്സാംസ് നമ്മൾ നടത്തുന്നു. ഡൗട്ട് ക്ലിയറൻസ് ഓൾവേസ് അവൈലബിൾ. സബ്ജക്ട് വൈസ് ക്ലബ്സ് ഉണ്ടാക്കുന്നു. പേഴ്സണൽ മെന്റർ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെന്റർ ഉണ്ടാവും. നിങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കാൻ, പഠിക്കുന്നതിന്റെ അപ്ഡേറ്റ്സ് എടുക്കാൻ, കൃത്യമായിട്ടുള്ള വഴികൾ പറഞ്ഞുതരാൻ ഒരു മെന്ററെ നമ്മൾ അസൈൻ ചെയ്യും. അതേപോലെ തന്നെ അതിലൂടെ നിങ്ങൾക്ക് ഒരു ഫുൾ മാർക്കാർ നമ്മൾ എന്ത് ചെയ്തത്? എഡ്യൂപോർട്ട് ഉറപ്പ് തരുന്നു. വിച്ച് മീൻസ് നമ്മുടെ കേരളത്തിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഫുൾ മാർക്കുള്ള പ്ലാറ്റ്ഫോമാണ് എഡ്യൂപോർട്ട് എന്ന് പറയുന്നത്. സോ കം ജോയിൻ വിത്ത് അസ്. ഓക്കെ, ഈ പറഞ്ഞതുപോലെ തന്നെ വെറും 1,999 rupeesന് +1 സ്റ്റുഡൻസിന് നല്ല മാർക്കോട് കൂടിയിട്ട് നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് നമ്മൾ ഇന്ന് ഉണ്ടാവും എന്നുള്ളതാണ്. വിച്ച് മീൻസ് അത് ജസ്റ്റ് ആ ഫോം ഇപ്പം ഫിൽ ചെയ്ത് വെച്ചേക്കാം. വി തിങ്ക് അബൌട്ട് പേയ്മെന്റ് ആഫ്റ്റർ. ആ 1,999 കുറിച്ച് നമുക്ക് ആലോചിക്കാം. ആദ്യം ആ ഫോമൊക്കെ ഒന്ന് ഫിൽ ചെയ്തിട്ട് യു നോ അബൌട്ട് എഡ്യൂപോർട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പേയ്മെന്റ് ചെയ്യാം. ഓക്കെ പീപ്പിൾ, എവരി വൺ ഷുഡ് ജോയിൻ ദ സ്റ്റഡി ഗ്രൂപ്പ്. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക. നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വി ജസ്റ്റ് അപ്ലോഡ് അവർ ഡെയിലി പ്ലാൻസ്, നോട്ട്സ്, മൈക്രോ ബീറ്റ്, ലൈവ് ലിങ്ക്സ്. ഓക്കെ, എല്ലാ എഡ്യൂപോർട്ട് അപ്ഡേറ്റ്സും നമ്മൾ +1 ബന്ധപ്പെട്ട് നമ്മൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓൾ സബ്ജക്ട്സ് എവറിത്തിങ് വിൽ ബി ദർ. ഓക്കെ മക്കളെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം. എല്ലാ ക്വസ്റ്റ്യൻസും ഈസി ആയിട്ട് ചെയ്താൽ പറ്റുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ.